കൂടുതൽ ലെങ്ത്തുള്ള എഐ ആനിമേഷനുകൾ അല്ലെങ്കിൽ എഐ വീഡിയോകൾ അത് നിർമ്മിക്കുക എന്നുള്ളത് വലിയ ചെലവ് അല്ലെങ്കിൽ ഭയങ്കര ലിമിറ്റേഷൻസ് ഉള്ള ഒരു കാര്യം എന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആ കൂട്ടത്തിലുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഗ്രോക്ക് ഉപയോഗിച്ചുകൊണ്ട് ലോങ് വീഡിയോസ് ചെയ്യാം എന്നുള്ള ഒരു ടെക്നിക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗ്രോക്കാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഗ്രോക്ക് വഴി നമുക്ക് ഒരു സമയം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വീഡിയോൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡാണ് പ്രീമിയം യൂസേഴ്സിന്. അപ്പോൾ എങ്ങനെ മിനിറ്റുകൾ നീളുന്ന വീഡിയോ ഗ്രോക്ക് ഉപയോഗിച്ച് നിർമ്മിക്കും? സൗജന്യമായിട്ട് എത്ര വേണമെങ്കിലും വീഡിയോ നീട്ടാനുള്ള ഒരു സിമ്പിൾ ഹാക്കാണ് ഞാനിന്ന് പഠിപ്പിച്ചു തരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാനായിട്ട് മറക്കരുത്. ആദ്യമായിട്ട് നമുക്കൊരു കഥ വേണം അല്ലേ? അപ്പോൾ ആ കഥയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു മെയിൻ പ്രോംപ്റ്റ് ഉണ്ട്. ഈ പ്രോംപ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പ്രോംപ്റ്റ് ഞാൻ കോപ്പി ചെയ്തിട്ട് ചാറ്റ് ജി പി ടിയോട് 1 മിനിറ്റ് ലെങ്ത്തുള്ള ഒരു രസകരമായിട്ടുള്ള സ്റ്റോറി എഴുതാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ചാറ്റ് ജി പി ടിയിൽ ഈ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് ഈ പ്രോംപ്റ്റ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടി ഒരു മനോഹരമായിട്ടുള്ളൊരു കഥ എഴുതി തരും. നമുക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് പ്രൊസീഡ് ചെയ്യാം. അല്ല, നമുക്ക് വേറെ കഥ വേണമെന്നെങ്കിൽ വീണ്ടും ജനറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. എനിക്കിപ്പോൾ ഈ കഥ ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഈ കഥ വെച്ച് പ്രൊസീഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് നമ്മുടെ അടുത്ത പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് ഈ കഥയെ പല സീനുകളായിട്ട് തിരിക്കാനായിട്ട് ആവശ്യപ്പെടാം. ഓരോ സീനും 20 വാക്കുകൾ താഴെയായിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് വായിക്കാൻ ഏകദേശം 5 ടു 6 സെക്കൻഡ് മാത്രമേ എടുക്കുള്ളൂ. ഇനി പ്രധാന പ്രോംപ്റ്റ് നൽകാം. അപ്പോൾ ആദ്യത്തെ സീനിനായിട്ട് ഇമേജ് പ്രോംപ്റ്റും വീഡിയോ പ്രോംപ്റ്റും ഒരുമിച്ച് തയ്യാറാക്കാനായിട്ട് പറയുക. ബാക്കിയുള്ള സീനുകൾക്ക് വീഡിയോ പ്രോംപ്റ്റ് മാത്രം മതി. ഇത് വീഡിയോയിലെ 3D ആനിമേഷൻ സ്റ്റൈലും ക്വാളിറ്റിയും ഒക്കെ ഒരേപോലെ നിലനിർത്താനായിട്ട് സഹായിക്കും. നമ്മൾ നമ്മുടെ പ്രോംപ്റ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ സ്ക്രീൻ പ്ലേയും സ്റ്റോറി ബോർഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീഡിയോ നിർമ്മാണത്തിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗ്രോക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രോക്കിലെ വെബ്സൈറ്റിലേക്ക് പോയിട്ട് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇനി മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പ്രോംപ്റ്റ് ബോക്സിൽ പോയിട്ട് ഇമേജ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആസ്പെക്ട് റേഷ്യോ 9:16 വെർട്ടിക്കലാക്കി മാറ്റുക. കാരണം നമ്മൾ റീൽസിനും ഷോർട്സിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ലോങ് വീഡിയോസ് വേണ്ടിയിട്ടാണെങ്കിൽ 16:9 ആസ്പെക്ട് റേഷ്യോ ആക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് 9:16 വെർട്ടിക്കൽ ആസ്പെക്ട് റേഷ്യോയിലാണ്. നമ്മുടെ ചാറ്റ് ജി പി ടിയിൽ പോയിട്ട് ഇമേജ് പ്രോംപ്റ്റ് എന്നിട്ടുള്ള ആ പ്രോംപ്റ്റിനെ ഒന്ന് കോപ്പി ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഗ്രോക്കിലോട്ട് വന്നിട്ട് ഈ ബോക്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇമേജ് ക്രിയേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ജനറേറ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ഗ്രോക്ക് കാണിച്ചു തരും. അതിൽ നമുക്ക് നമ്മുടെ സ്റ്റോറിക്ക് അനുയോജ്യമാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഇമേജ് സെലക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ഇമേജാണ് ഇഷ്ടപ്പെട്ടത്. ഇതിൽ സ്റ്റോറി ഉള്ള പോലെ തോന്നി. അപ്പോൾ ഈ ഇമേജ് സെലക്ട് ചെയ്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പ്രോംപ്റ്റ് ബാറിൻ്റെ സൈഡിൽ കാണുന്ന ഈ ബട്ടണിലൊന്ന് വന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് മേക്ക് വീഡിയോ എന്നിട്ടുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ വീഡിയോ പ്രോംപ്റ്റ് ഒന്ന് കോപ്പി ചെയ്യണം. അതിനുവേണ്ടി ഫസ്റ്റ് സീനിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ സ്റ്റോറിയാണ് കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോറീനെ ജസ്റ്റ് ഒന്ന് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 6 സെക്കൻഡ് വീഡിയോ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് ജനറേറ്റ് കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് വീഡിയോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ കൂടുതൽ നീട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോൻ്റെ ആ ബാർ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് അവസാനത്തേക്ക് എത്തിക്കുക. എന്നിട്ട് ശേഷം ഈ 3 ഡോട്ട്സിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് വീഡിയോ എന്നിട്ടുള്ള ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ഈ കലോസറിൽ വീഡിയോ എവിടെ തുടങ്ങണമെന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അടുത്ത സീനിൻ്റെ പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും ജനറേറ്റ് ചെയ്യുക. നമുക്ക് ഈ സെയിം പ്രോസസ്സ് തന്നെ ബാക്കിയുള്ള വീഡിയോ സീൻസിന് വേണ്ടി ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ 5 സീനുകൾ, അതായത് ഫസ്റ്റ് 30 സെക്കൻഡ്സ് എത്തുന്ന വരെയുള്ള സീനുകൾ നമ്മൾ ജനറേറ്റ് ചെയ്തു. കാരണം 30 സെക്കൻഡ്സിൻ്റെ മുകളിൽ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഗ്രോക്ക് നമ്മളെ അനുവദിക്കില്ല. അപ്പോൾ അതിന് വേണ്ടി ഒരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കണം. അപ്പോൾ അതെന്താണെന്ന് കാണിക്കാം. അതിന് വേണ്ടി ആദ്യം നമ്മൾ ഈ നമ്മുടെ 6 സീൻസ് നമ്മളൊന്ന് ജനറേറ്റ് ചെയ്യാം. 5 സീൻസ് നമ്മളൊന്ന് ജനറേറ്റ് ചെയ്യാം.
നമ്മളിപ്പോൾ 30 സെക്കൻഡ്സ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിനെ കൂടുതലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇനിയാണ് നമ്മുടെ റിയൽ ട്രിക്ക് വരുന്നത്. എങ്ങനെ നമുക്ക് ഈ വീഡിയോനെ കൂടുതൽ ലെങ്ത്തിലേക്ക് ഉണ്ടാക്കാമെന്നുള്ളതിന്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതാണ് ആ സിമ്പിൾ ട്രിക്ക്. വീഡിയോൻ്റെ പ്രോഗ്രസ് ബാറ് അവസാന ഫ്രെയിമിലേക്ക് നീക്കുക. എന്നിട്ട് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി വീഡിയോ ഫ്രെയിം എന്നുള്ള ഇത് ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഇമാജിൻ്റെ ഈ ബോക്സിൽ വന്നിട്ട് ഇതൊന്ന് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ റെഫറൻസ് ഇമേജ് ആയിട്ട് ഈ ഒരു ഫ്രെയിം അവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സീനിൻ്റെ പ്രോംപ്റ്റ് നമുക്ക് കോപ്പി ചെയ്യാം. ഇങ്ങനെ 30 സെക്കൻഡ് വീതം എത്ര വേണമെങ്കിലും നമുക്ക് വീഡിയോ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാം. 30 സെക്കൻഡ്സിൻ്റെ രണ്ടാമത്തെ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനത്തെ എത്ര ക്ലിപ്പ് വേണമെങ്കിലും നമുക്ക് ജനറേറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ എനിക്കിവിടെ ഇപ്പോൾ ഒരു മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് ജസ്റ്റ് 2 ക്ലിപ്പ് മതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ 2 ക്ലിപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക. ഇനി അവസാനമായിട്ട് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത എല്ലാ ക്ലിപ്പുകളും ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലിട്ടിട്ട് കമ്പൈൻ ചെയ്യാം. ഇതാ നമ്മുടെ ഫൈനൽ റിസൾട്ട് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? വളരെ എളുപ്പത്തിൽ ഒരു ലോങ് ആനിമേഷൻ വീഡിയോ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളെ സഹായിക്കാനായിട്ട് ഈ വീഡിയോയിൽ ഉപയോഗിച്ച എല്ലാ പ്രോംപ്റ്റുകളും ഒരു ഗൂഗിൾ ഡോക്യുമെൻറ്റിലാക്കി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടിപ്പ് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാനും മറക്കരുത്. കൂടുതൽ AI ട്രിക്കുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.